വാർത്താ സമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ്. പ്രമുഖ ചാനൽ തെറ്റായ വാർത്ത നൽകി. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തരുത് എന്നാവശ്യപ്പെട്ട് ചാനൽ ഉടമയുടെ ആൾ തന്നെ കാണാൻ വന്നെന്നും ശോഭ ആരോപിച്ചു. മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ KC വേണുഗോപാലിന് വേണ്ടി, കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തന്റേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ്. കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും, ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുകൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾക്കോ മുമ്പിൽ വികാരാധീനയായി അങ്ങനെ കാണാത്ത ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. BJP-യിൽ ആ വിധത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തി കണ്ടിട്ടില്ല. എന്താണ് ശോഭയുടെ ഇപ്പോഴുള്ള ഈ പ്രതികരണത്തിന് പിന്നിൽ? ശോഭാ സുരേന്ദ്രന്റെ ഇന്നത്തെ ഈ വൈകാരികമായ പ്രതികരണത്തിന്റെ കാരണം, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രവർത്തനത്തിൽ അതിർത്തി രേഖപ്പെടുത്തിക്കൊണ്ട് ജില്ലാ നേതൃത്വത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്നും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ആലപ്പുഴയിലെത്തി യോഗം വിളിച്ചു എന്നുള്ള വാർത്തയാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് വന്നത്. ഇങ്ങനെ വാർത്ത സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങളിൽ ഒന്ന് തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് ശോഭയുടെ ആരോപണം. ചാനലിന്റെ പേര് ഏതാണെന്നോ ചാനലിന്റെ ഉടമയ്ക്ക് വേണ്ടി തന്നെ കാണാൻ വന്ന് പണം വാഗ്ദാനം ചെയ്ത ആരാണെന്നോ വെളിപ്പെടുത്താൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ലെങ്കിലും ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ ആലപ്പുഴയിലെ മത്സരം ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുവന്ന് തന്നെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണിത് എന്നും അവർ പറഞ്ഞു. മാത്രമല്ല, സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നോട് ഈ വിധം ഹീനമായിട്ട് രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ്, അത് ആർക്കു വേണ്ടിയാണ്, കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയാണോ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാണ് ശോഭാ സുരേന്ദ്രൻ വികാരാധീനായത്. എന്തായാലും ഇന്ന് അവരുടെ പിറന്നാൾ ദിനമായിരുന്നു. 50ാം പിറന്നാൾ ദിനത്തിൽ ആഹാരം പോലും ഉപേക്ഷിച്ച് വേണമെങ്കിൽ ഈ ചാനലിന്റെ മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കാൻ തന്റെ ഇടവും കരുത്തുമുള്ള സ്ത്രീയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭ വൈകാരികമായി സംസാരിച്ചത്. എന്തായാലും ചാനലിന്റെ പേരോ ചാനൽ ഉടമയ്ക്ക് വേണ്ടി തന്നെ കാണണമെന്ന ആളോ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. വേണമെങ്കിൽ വരും ദിവസങ്ങളിൽ അതും താൻ വെളിപ്പെടുത്താൻ തയ്യാറാകും എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും ആലപ്പുഴയിൽ തനിക്കെതിരെയുള്ള നീക്കങ്ങളുണ്ട്. ആ നീക്കത്തിന് മുന്നിൽ മറ്റു പലരുമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അധികം പുകഴ്ത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചാനൽ ഉടമയുടെ തൃശൂർക്കാരനായ അടുപ്പക്കാരനായ പ്രതിനിധി തന്നെ വന്ന് കണ്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചാനലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ശോഭ വികാരാധീനയായി പതിവില്ലാത്ത രീതിയിൽ പത്രസമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്.